ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ, ചിക്കൻ ഡോണറ്റ്. അപ്പോൾ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ പലരും പേർക്ക് എന്തോളം ഇത് സംഭവം ഭയങ്കര റിസ്ക്കുള്ള പണിയാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അത്രമാത്രം സിമ്പിളാണ്, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയുക, സൗണ്ടിന് ചെറുതായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ത്രോട്ട് പെയിനെല്ലാം ആയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ചിട്ടുള്ള ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വേവിക്കുന്നതിന് മുന്നേ എടുത്തിട്ടുള്ള അളവ് എന്ന് പറയുന്നത് 1/2 കിലോ ചിക്കനാണ് കേട്ടോ. അതായത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്, എല്ലില്ലാത്ത പീസസാണ്. സാധാരണ രീതിയിൽ ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെഗറ്റ്സൊക്കെ ഉണ്ടാക്കുമല്ലോ, വേവിക്കാതെ ചിക്കൻ എടുത്തിട്ട് പച്ച ചിക്കനെ മിക്സിയിൽ അരച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. പക്ഷേ അതെന്തായാലും നമുക്ക് വേവിക്കുന്ന സമയത്ത്, അതായത് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളു വേവാൻ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. അപ്പോഴത്തേക്ക് പുറം ഭാഗമൊക്കെ ആ ഒരു നല്ല ഭംഗിയൊന്നും കിട്ടൂല കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് തന്നെ. അതുകൊണ്ട് ഞാനിങ്ങനെ വേവിച്ചിട്ടുള്ള മെത്തേഡിലാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അടുത്തത് ഒരു വലിയ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഏകദേശം 1/4 കപ്പ്, അതായത് നിങ്ങളുടെ ഫ്ലേവർ നോക്കിയിട്ട് മല്ലിയില കട്ടയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകയില്ല, നമ്മുടെ ക്യുമിൻ സീഡ് ചേർത്തിട്ടുണ്ട്. ക്യുമിൻ സീഡ് പൊടിയാണെങ്കിൽ കുഴപ്പമില്ല, ചതച്ചെണ്ണതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3ഉം കൂടി പേസ്റ്റാക്കിയതാണ് ചേർക്കുന്നത്, 1.5 ടേബിൾ സ്പൂണ്. അപ്പോൾ ഏകദേശം ഒരു 3 പച്ചമുളകും ഒരു ഉണ്ട വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള മീൻസ് ഓവർ വലുപ്പമുള്ളതിൽ ഒരു മീഡിയം വലുപ്പമുള്ള സവാള ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് 2 വലിയ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചിക്കൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുമ്പോൾ മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും വ്യത്യാസം വരുത്തണേ. ഇനിയിപ്പോൾ ലാസ്റ്റ് 2 മുട്ടയുടെ മഞ്ഞയില എഗ് യോക്ക് അത് ചേർത്ത് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം വേണ്ട കേട്ടോ, അത് സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഓവർ അങ്ങനെ ഫൈൻ പേസ്റ്റായിട്ട് അരയേണ്ട കേട്ടോ, ചെറിയ ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, ഒട്ടും തന്നെ വെള്ളം കാര്യങ്ങളും ഒന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ, അപ്പോൾ നമുക്കിത് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല. ആദ്യമേ ചിക്കനിലും ഉരുളക്കിഴങ്ങിലും ഇട്ടിട്ടുണ്ട് കേട്ടോ, വേറെ ഒരു എക്സ്ട്രാ ഉപ്പും ഞാൻ ചേർക്കുന്നില്ല, കാരണം അത്യാവശ്യം ചിക്കനിലൊക്കെ ഉണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് അരക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒരു കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെയും കുറച്ച് ലൂസായിട്ടല്ലേ മാവിരിക്കുന്നത്, അതിനെ നമുക്കൊന്ന് ടൈറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ബ്രെഡ് ക്രംസാണ് കേട്ടോ, നോർമൽ റൊട്ടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് എത്രത്തോളം വേണം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക, കാരണം ഓരോരുത്തരുടെ ലൂസ് വേറെ വേറെ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുഴച്ചെടുത്തിട്ട് കയ്യിൽ ഉരുട്ടാൻ പറ്റണം നമുക്ക്, അതാണ് കേട്ടോ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിരുന്നിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ബ്രെഡ് പൊടിയാകുമ്പം ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളും, അപ്പോൾ ആ ഒരു ലൂസ് ഉണ്ടാവില്ല കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യണേ, കുരുമുളക് പൊടി എരിവ് അങ്ങനെ എന്തെങ്കിലും വേണ്ടിക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ, എനിക്ക് പിന്നെ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് കണ്ടില്ലേ, ഇതുപോലെ ബോൾ പോലെ ഉരുട്ടിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം, അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഫ്രീസറിൽ വേണ്ടിക്ക് വെക്കുക കേട്ടോ, കാരണം ഓവർ ലൂസായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം, അതിനാണ് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ എനിക്കെന്തായാലും ഇപ്പോൾ ടൈമുണ്ട്, ഞാനൊരു 10 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് എടുത്തിട്ട് വരാം ഫ്രീസറിൽ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഉപ്പും കുരുമുളകൊക്കെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ മുട്ടയായിട്ട്. ഇത് ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മിക്സ് മാത്രമാണ്.
അങ്ങനെ നമ്മുടെ മുട്ടയുടെ മിക്സും റെഡി ആയിട്ടുണ്ട്. കുറച്ച് നോർമൽ ബ്രെഡും കൂടി പൊടിച്ചെടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ആ ഒരു മിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. നിർബന്ധമില്ല വെക്കണമെന്ന്. ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം വെച്ചാലും മതി. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് കയ്യിലൊന്ന് തടവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണം. നോർമൽ ഡോണറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, പക്ഷേ അത് ഭയങ്കര വലുപ്പമല്ലേ, അത്യാവശ്യം നല്ല തിക്കായിട്ടായിരിക്കുക. പക്ഷേ ഞാൻ അത്രയും വലുപ്പമാക്കുന്നില്ല, കാരണം നമുക്ക് വീട്ടിലെല്ലാവർക്കും കഴിക്കുമ്പോൾ നോർമൽ സൈസല്ലേ നല്ലതല്ലേ, അതുപോലെ. അപ്പോൾ ആദ്യം തന്നെ ഇതാ കുറച്ച് ഒരു വലുപ്പമുള്ള സൈസ് ബോൾ എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ആക്കിയെടുത്തില്ല. നിങ്ങൾക്ക് ഭയങ്കര വലുപ്പമുള്ള വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ട് ഡോണറ്റിനൊരു ഹോൾ ഉണ്ടാവില്ല, നമ്മുടെ ഉഴുന്ന വട പോലെ. അപ്പോൾ ഇതുപോലത്തെ കുക്കി കട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും നോസിൽസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചെടുത്തതിന് നല്ല ഭംഗിയിൽ തന്നെ ഷേപ്പ് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് വിരലുകൊണ്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇതുപോലെ അതിലേറ്റവും ചെറിയ ഹോൾ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതന്നെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് ഫ്രീസറിൽ വെക്കാൻ വേണ്ടി പോവാണ് 1/2 മണിക്കൂറോളം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുന്നേ തലേ ദിവസം രാത്രിയോ അല്ലെങ്കിൽ നേരത്തെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ഗസ്റ്റ് വരുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഡോണറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഫ്രീസറിൽ നിന്ന്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ല മുട്ടയുടെ മിക്സും ബ്രെഡ് ക്രംസും, അതിൽ നമ്മൾ നോർമൽ കട്ട്ലൈറ്റൊക്കെ കോട്ട് ചെയ്തെടുക്കുന്ന പോലെ കോട്ട് ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു തവണ ഇതുപോലെ മുട്ടയുടെ മിക്സിൽ മുക്കുന്നുണ്ട്, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും അതേപോലെ തന്നെ മുട്ടയുടെ മിക്സ് ബ്രെഡ് ക്രംസ് 2 രീതിക്ക് ഡബിൾ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മുട്ടയുടെ മിക്സിൽ കോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഫ്രീസറിൽ വെച്ചാലും കൂടി കുറച്ചൊന്ന് എന്താ പറയുക, ഒരു അലിയുന്ന ടൈപ്പല്ലേ നമ്മുടെ ഡോണറ്റ്, അതുകൊണ്ട് ഒന്ന് കെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡോണറ്റ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഹോളിൽ കൂടിയൊക്കെ ബ്രെഡ് ക്രംസ് ഒന്ന് കയറ്റിയിട്ട് ലെവലാക്കി കൊടുക്കണേ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. നമ്മളിത് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ അതിലേക്ക് ഇട്ടിട്ട് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. തിരിച്ചും മറിച്ചും ഇടുക, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടുക, തിരിച്ചും മറിച്ചും ഇടുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ തന്നെ ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങും പറഞ്ഞ പോലെ തന്നെ പച്ച ചിക്കനെ നിങ്ങൾ വെച്ചിട്ട് അരച്ചിട്ടാണ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ കുക്കിംഗ് ടൈം എടുക്കും കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൂ വെന്ത് കിട്ടുള്ളൂ. ഇതിപ്പം ഭയങ്കര സിമ്പിളാണ് ഫ്രൈ ആക്കി എടുക്കാൻ, കാരണം ഓൾറെഡി വെന്തതാണ്. നമുക്ക് ആ ഒരു കോൺഫ്ലവറിൻ്റെ ഒക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് സാവധാനം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചിക്കൻ ഡോണറ്റ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, പച്ച ചിക്കൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ഞാനിതിപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ട് അത്യാവശ്യം ലെങ്തി ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഭയങ്കര സിമ്പിൾ തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ ഡോണറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിൽ എടുക്കുക കേട്ടോ, ഓവർ അങ്ങനെ കറുപ്പിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ല പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ ചിക്കൻ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്, കഴിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പ് മയണൈസൊക്കെ ഉണ്ടെങ്കിൽ വേറെ ലെവലൊന്നും പറയാനില്ല, പൊളിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്